ചൈനയിൽ ഇപ്പോൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന HMPV വൈറസ് ലോകത്തെ മുഴുവൻ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. വീണ്ടും ഒരു അരക്ഷിതാവസ്ഥ അല്ലെങ്കിൽ ഒരു ആരോഗ്യ അടിയന്തരാവസ്ഥയാണോ വരാനിരിക്കുന്നത്? ലോകത്തെ സ്തംഭിപ്പിച്ച കോവിഡ് മഹാമാരിക്ക് ശേഷം ചൈനയിൽ പടരുന്ന ഈ വൈറസ് എന്താണ്? ഇന്ത്യക്ക് ഈ വൈറസ് ഒരു തലവേദനയാണോ? ഒന്ന് പരിശോധിക്കാം. ചൈനയിൽ ഇൻഫ്ലുവൻസ പോലുള്ള ലക്ഷണങ്ങൾക്ക് കാരണമാകുന്ന ശ്വാസകോശ വൈറസായ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് അഥവാ HMPV. ഈ കേസുകളുടെ വർധനവിനെ തുടർന്ന് ആശങ്കകൾ ഏറുകയാണ്. COVID-19 HMPV വൈറസിന് സമാനതകൾ ഏറെയാണ്. എന്തായാലും ഇത് ഇന്ത്യക്ക് ഉടനടി ഒരു ഭീഷണി അല്ലെന്ന് വിദഗ്ധർ വ്യക്തമാക്കുന്നുണ്ട്. നല്ല ശുചിത്വം, രോഗികളുമായുള്ള സമ്പർക്കം ഒഴിവാക്കൽ തുടങ്ങിയ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ അധികാരികൾ അഭ്യർത്ഥിക്കുകയുമാണ്. കേസുകളുടെ വർധനവിനെ തുടർന്ന് ചൈനയിൽ അതീവ ജാഗ്രതയാണ്. 2001 തിരിച്ചറിഞ്ഞ HMPV നേരിയ തോതിൽ ഗുരുതരമായ ശ്വാസകോശ സംബന്ധമായ അണുബാധകൾക്ക് കാരണമാകുന്നു. പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ, പ്രായമായവർ, അതുപോലെ തന്നെ പ്രതിരോധശേഷി കുറഞ്ഞ വ്യക്തികൾ തുടങ്ങിയ ദുർബല വിഭാഗങ്ങളിൽ. പനി, ചുമ, മൂക്കടപ്പ്, പിന്നെ കഠിനമായ കേസുകളിൽ ബ്രോങ്കൈറ്റിസ് അല്ലെങ്കിൽ ന്യൂമോണിയ എന്നിവയ്ക്കാണ് ലക്ഷണങ്ങൾ. സോഷ്യൽ മീഡിയയിൽ ചൈനയിലെ തിരക്കേറിയ ആശുപത്രികളെ കാണിക്കുന്ന വീഡിയോകൾ കേവലം ചൈനയിലും ഇന്ത്യയിലും മാത്രമല്ല, ആഗോളതലത്തിലാണ് ആശങ്കകൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇത് ആദ്യകാല COVID-19 പൊട്ടിപ്പുറപ്പെട്ടതിന് തന്നെയാണ് ഓർമ്മപ്പെടുത്തുന്നത്. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് ചൈനീസ് സർക്കാർ പൗരന്മാർക്കും വിനോദസഞ്ചാരികൾക്കും ഉറപ്പ് നൽകിയിട്ടുണ്ട്. ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവ് മാവോ നിങ് ശൈത്യകാലമാണ് കേസുകളുടെ വർധനവിന് കാരണമെന്ന് പറയുന്നുമുണ്ട്. ചൈനീസ് പൗരന്മാരുടെയും അതുപോലെ ചൈനയിലേക്ക് വരുന്ന വിദേശികളുടെയും ആരോഗ്യത്തെക്കുറിച്ച് ചൈനീസ് സർക്കാർ ശ്രദ്ധിക്കുന്നുണ്ടെന്നും അദ്ദേഹം ഉറപ്പ് നൽകി. ചൈനയിൽ യാത്ര ചെയ്യുന്നത് സുരക്ഷിതമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്ഥിതിഗതികൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും സംശയം ഇനിയാണ്: HMPV മറ്റൊരു COVID-19 മഹാമാരിയാണോ? HMPVയും SARS-CoV-2 തമ്മിലുള്ള താരതമ്യങ്ങൾ ഒഴിച്ചുകൂടാനാവാത്തതാണ്. ശരിക്കും ഈ രണ്ട് വൈറസുകളും വ്യത്യസ്തമായ വൈറൽ കുടുംബങ്ങളിൽ പെട്ടവയാണ്. അണുബാധ, രോഗലക്ഷണങ്ങൾ, ദുർബലരായ ഗ്രൂപ്പുകൾ എന്നിവയിൽ ഈ വൈറസുകൾ സമാനതകൾ പങ്കിടുന്നുണ്ടെങ്കിലും വാക്സിനുകളുടെയും അതുപോലെ ചികിത്സകളുടെയും ലഭ്യതയിൽ പല വ്യത്യാസങ്ങളുണ്ട്. വാക്സിനുകളും പാക്സ്ലോവിഡ് പോലുള്ള ആന്റിവൈറൽ ചികിത്സകളുമുള്ള COVID-19 നിന്ന് വ്യത്യസ്തമായി നിലവിൽ HMPVക്ക് വാക്സിനോ നിർദ്ദിഷ്ട ആന്റിവൈറൽ മരുന്നുകളോ ഇല്ല. ഇതൊരു വലിയ ഭീതിയാണെന്ന് തീർച്ചയാണ്. ജലദോഷത്തിന് കാരണമാകുന്ന മറ്റേതൊരു വൈറസിനെയും പോലെയാണ് മെറ്റാന്യൂമോ വൈറസ്. പ്രായമായവരിലും ചെറുപ്പക്കാരിലും ഈ വൈറസ് ഇൻഫ്ലുവൻസ, ഫ്ലൂ പോലുള്ള ലക്ഷണങ്ങൾ കാണിക്കാം എന്ന് ഇന്ത്യയുടെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസിലെ ഉദ്യോഗസ്ഥനായ ഡോക്ടർ അതുൽ ഗോയൽ വ്യക്തമാക്കി. അസുഖമുള്ളപ്പോൾ തിരക്കേറിയ സ്ഥലങ്ങൾ ഒഴിവാക്കുക, നല്ല ശുചിത്വം പാലിക്കുക തുടങ്ങിയ പൊതുവായ മുൻകരുതലുകളുടെ ആവശ്യകതയും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ഇനി ഇന്ത്യ എത്രത്തോളം തയ്യാറാണ് എന്നൊന്ന് പരിശോധിക്കാം. COVID-19 പാൻഡമിക് സമയത്ത് സാരമായ വെല്ലുവിളികൾ നേരിട്ട ഇന്ത്യ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ചു വരികയാണ്. നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോളും അതുപോലെ DGHSഉം രാജ്യത്ത് 2024 ഡിസംബർ വരെ ഈ വൈറസ് ഔട്ട്ബ്രേക്ക് ഇല്ല എന്നാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ആശുപത്രികളിൽ ശ്വാസകോശ സംബന്ധമായ അണുബാധകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരുക്കങ്ങൾ സജ്ജവുമാണ്. അതേസമയം ശ്വാസകോശ സംബന്ധമായ അണുബാധകൾക്ക് വേണ്ട മുൻകരുതലുകൾ എടുക്കാനും പൊതുജനങ്ങളോട് ഗോയൽ ആവശ്യപ്പെടുന്നുണ്ട്. പതിവായി കൈ കഴുകുകയും രോഗികളുമായി അടുത്ത സമ്പർക്കം ഒഴിവാക്കുകയും ചെയ്യുക. തിരക്കേറിയ സ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കുക. ഇൻഡോർ സ്ഥലങ്ങളിൽ ശരിയായ വായു സഞ്ചാരം ഉറപ്പാക്കുക തുടങ്ങിയ ബേസിക് പ്രിക്കോഷൻസ് എടുക്കാൻ വിദഗ്ധരും പറയുന്നു.